പെഹൽഗാം ആക്രമണത്തിന് പിന്നാലെ വലിയ രീതിയിൽ ചർച്ചയായ ഒരു പേരാണ് മസൂദ് അസർ. ഇപ്പോൾ മസൂദ് അസറിനെ കുറിച്ചൊന്നും വിവരമില്ലല്ലോ. ഇപ്പോൾ ജീവനോടെ ഉണ്ടോ? മസൂദ് അസർ മുങ്ങി. ഇന്ത്യയെ പേടിച്ച്, അജ്ഞാതനെ പേടിച്ച്, ഇന്ത്യൻ സൈന്യത്തെ പേടിച്ച് ഇനിയും ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടക്കുമോ? കാരണം ബന്ധുക്കൾ 10 പേരാണ് പടമായത്. 2 സഹോദരിമാർ, അവരുടെ ഭർത്താക്കന്മാർ, മറ്റടുത്ത അനുയായികൾ അടക്കം അത് തന്നെ 6 പേര് പോയി. പിന്നെ 4 പേര് ഇയാളുടെ സന്തത സഹചാരിയായിട്ടുണ്ടായിരുന്ന അനുയായികൾ. ഇവരെല്ലാവരും ഇന്ത്യയുടെ ഈ ഓപ്പറേഷൻ സിന്ദൂറിൽ കൊല്ലപ്പെട്ടു, വധിക്കപ്പെട്ടു. ഈ മസൂദ് അസർ തന്നെ എവിടെയാണ് ഉണ്ടായിരുന്നത്? ബഹാവൽപൂരിലാണ് അയാൾ രഹസ്യമായിട്ട് ഒളിച്ച് താമസിച്ചുകൊണ്ടിരുന്നത്. അവിടെ ഒരു വലിയ ഒരു മദ്രസയും ഒക്കെ ആയിട്ടുള്ള ഒരു ഭീകര പരിശീലന കേന്ദ്രം ഉണ്ടായിരുന്നു. അവിടെയാണ് ആശാൻ ഒളിച്ച് താമസിച്ചുകൊണ്ടിരുന്നത്. അവിടുന്ന് ആശാൻ മുങ്ങി. അവിടുന്ന് ഏതാണ്ടൊരു 1000 കിലോമീറ്റർ അപ്പുറത്ത് ഗിൽജിത്ത് ബാൾട്ടിസ്ഥാൻ എന്ന് പറയുന്ന പ്രദേശത്ത് ഇന്ത്യ പെട്ടെന്ന് അവിടെ എത്തില്ല. ബ്രഹ്മോസിന്റെ ദൂരപരിധി നോക്കുകയാണെങ്കിൽ ബ്രഹ്മോസിന് അതൊരു ദൂരമേ അല്ല. അത് ഈ മണ്ടന് മനസ്സിലായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഗിൽജിത്ത് ബാൾട്ടിസ്ഥാൻ ഭാഗത്ത് രഹസ്യമായിട്ട് അവിടെ ഒരു മദ്രസകളും പള്ളികളും ഒക്കെ ഉള്ള ഒരു സ്ഥലത്താണ് ആശാൻ ഇപ്പോൾ ഒളിവിൽ പോയിരിക്കുന്നത്. നമുക്കറിയാം, ബിലാവൽ ഭൂട്ടോ പറഞ്ഞത് ഇയാൾ പാക് ഒക്കുപ്പൈഡ് കാശ്മീരിലുണ്ടെന്നാണ്. മറ്റേ ഹാഫീസ് സയ്യിദിനെ ഹൗസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്, വീട്ടുതടങ്കലിലാണ്, പാക് പട്ടാളത്തിൻ്റെ നിയന്ത്രണത്തിലാണെന്നൊക്കെ ആശാൻ വലിയ വീരവാദം അടിച്ചു. അതൊന്നും അങ്ങനെയല്ല. അയാൾക്ക് സൈന്യമാണ് സുരക്ഷ കൊടുക്കുന്നത് എന്നുള്ളതാണ്. അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അത് മനസ്സിലാവും. അപ്പോഴും ഈ മസൂദ് അസർ എവിടെയാണെന്നുള്ളത് ആർക്കും അറിയില്ലായിരുന്നു. മസൂദ് അസർ മുങ്ങി അല്ലെങ്കിൽ കൊല്ലപ്പെട്ടു എന്നൊക്കെയുള്ള വാർത്ത പ്രചരിച്ചുകൊണ്ടിരുന്നു. ഈ സഹോദരിമാരും അവരുടെ ഭർത്താക്കന്മാരും മരിച്ചിട്ട് പോലും അതിൻ്റെ ഈ അന്തിമോപചാര അർപ്പിക്കാൻ അല്ലെങ്കിൽ ആദരാഞ്ജലി അർപ്പിക്കാൻ പോലും ഇയാൾ വന്നില്ല. മരണാനന്തര ചടങ്ങുകളിലൊന്നും ഇയാൾ പങ്കെടുത്തില്ല. അതിൻ്റെയൊക്കെ വീഡിയോ പുറത്തു വന്നതാണല്ലോ. അപ്പോൾ ഇത് ലോകം മുഴുവനും ഇങ്ങനെ ഒരു എന്താ പറയണ്ടേ, ഇയാളും തീർന്നോ, ഇയാളെയും ഇന്ത്യൻ സൈന്യം തീർത്തോ, ഇനി അജ്ഞാതനാക്രമിച്ചോ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഉയർന്നിരുന്നു. ആ ചോദ്യങ്ങൾക്കെല്ലാം ഇപ്പോൾ പരിസമാപ്തി ഉണ്ടായിരിക്കുകയാണ്. ഏതാണ്ട് അയാൾ ഈ ഗിൽജിത്ത് ബാൾട്ടിസ്ഥാനിൽ ഒളിച്ചു താമസിക്കുകയാണെന്നുള്ള വിവരം പുറത്തു വന്നിരിക്കുകയാണ്. ഇനി അവിടെ അജ്ഞാതൻ വല്ലതും എത്തിയിട്ടുണ്ടോ, ഈ വാർത്ത പുറത്തുവിട്ടത് അജ്ഞാതനാണോ എന്ന് പോലും സംശയമുണ്ട്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇന്ത്യൻ സൈന്യത്തിൻ്റെ കൈ അകലെ, അതായത് അടുത്തെങ്ങും ഇന്ത്യൻ സൈന്യത്തിന് എത്തപ്പെടാൻ പറ്റാത്ത അത്രയും അകലെ ആണ് ഈ മസൂദ് അസർ പോയി ഒളിച്ചിരിക്കുന്നതെന്ന് മസൂദ് അസർ കരുതുന്നു. അതൊന്നും ഇന്ത്യക്കൊരു ദൂരമല്ല. ഇന്ത്യയുടെ സൈന്യത്തിന് ഇതൊന്നും ഒരു പ്രശ്നമല്ല. ഇവിടെ ഇരുന്നൊരു സ്വിച്ച് ഇട്ടാൽ അവിടെ പൊട്ടും എന്നുള്ള തിരിച്ചറിവ് ഇപ്പോഴും മസൂദ് അസറിന് ഇല്ല എന്ന് വേണം കരുതാൻ. എന്തായാലും മസൂദ് അസർ എന്തായാലും ഈ കുടുംബത്തിലെ അംഗങ്ങൾ മരിച്ചപ്പോൾ എന്തായാലും ഭയപ്പെട്ടിരിക്കുമല്ലോ. തീർച്ചയായിട്ടും മസൂദ് അസർ അന്ന് വലിയ വീരവാദമൊക്കെ മുഴക്കി. പിന്നെന്താ, വിശുദ്ധ യുദ്ധത്തിന് പോകാൻ എന്നെ കൂടി ഈ ദൈവം ഇതിന് അവസരം തന്നില്ലല്ലോ എന്നൊക്കെയാണ് അയാളന്ന് വീരവാദം മുഴക്കിയത്. ഈ വീരവാദം മുഴക്കുന്നവരുടെ എല്ലാം മനോനില എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. തൽക്കാലം ഞാൻ രക്ഷപ്പെട്ടു, ദൈവത്തിന് സ്തുതി എന്ന് പറഞ്ഞാണ് ആശാൻ ഇരിക്കുന്നത്. എന്തോ കാരണം കൊണ്ട് അവിടെ നിന്ന് മാറി നിൽക്കേണ്ടി വന്നു. അതുകൊണ്ടാണ് അന്ന് രക്ഷപ്പെട്ടത്. ഇല്ലായിരുന്നെങ്കിൽ ഈ ബന്ധുക്കളോടൊപ്പം നേരെ ഹൂറികളുടെ അടുത്ത് എത്താമായിരുന്നു. അതിനുള്ള അവസരം നഷ്ടപ്പെട്ടു. നമുക്കറിയാം, ഈ മസൂദ് അസർ ഇന്ത്യൻ സൈന്യത്തിൻ്റെ പിടിയിലായി ഇന്ത്യയിലെ ജയിലിലായിരുന്നു. കൊടും ഭീകരനാണ്. ആ ജയിലിലായിരുന്ന ഇയാളെ ഇന്ത്യയുടെ ഒരു വിമാനം നേപ്പാൾ കാഠ്മണ്ഡുവിൽ നിന്ന് ഡൽഹിയിലേക്ക് വരാൻ അവിടെ നിന്ന് പറന്നുയർന്നൊരു വിമാനം റാഞ്ചി നേരെ അഫ്ഗാനിൽ കൊണ്ടുപോയി, അല്ലേ, കണ്ടഹാറിൽ കൊണ്ടുപോയിട്ട് അവിടെ ലാൻഡ് ചെയ്യിച്ച് ഈ ബന്ദികളെ, വിമാനയാത്രക്കാരെ മുഴുവനും ബന്ദികളാക്കി വെച്ചുകൊണ്ട് വിലപേശി ഒരു കൂട്ടം ഭീകരർ ഇയാളെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകുമായിരുന്നു. അന്ന് ഇന്ത്യയിലെ പ്രതിപക്ഷം വലിയ വായിൽ ഇവിടെ കിടന്ന് വാജ്പേയി സർക്കാരിന് മുകളിൽ വലിയ സമ്മർദ്ദം ചെലുത്തി. എന്താ, ബന്ദികളെ ഉടൻ മോചിപ്പിക്കണം എന്ന് പറഞ്ഞ് വലിയ പ്രഷർ അവർ ചെലുത്തി. അവസാനം മനസ്സില്ലാ മനസ്സോടെ വാജ്പേയി സർക്കാർ ഇയാളെ വിട്ടുകൊടുത്ത് ആ വിമാനം മോചിപ്പിച്ചു കൊണ്ടുവരികയായിരുന്നു.
ഇത് നമ്മളെ സംബന്ധിച്ച് അതൊരു സത്യത്തിൽ നമുക്ക് നാണക്കേടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ എന്ത് ചെയ്യാം, നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷ കക്ഷികൾക്കൊന്നും ഈ രാജ്യത്തിൻ്റെ അഭിമാനമല്ല വലുത്. അവർ മനുഷ്യാവകാശമൊക്കെ പറഞ്ഞ് അന്ന് ഈ സോണിയ ഉണ്ടാക്കിയ ബഹളം, പ്രതിപക്ഷ നേതാവായിരുന്ന സോണിയ ഉണ്ടാക്കിയ ബഹളം ചെറുതല്ല. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. പാർലമെൻറ്റിൻ്റെ മുന്നിൽ വന്ന് സത്യാഗ്രഹം ഇരുന്ന് അവിടെ കിടന്ന് വലിയ ഷോ കാണിച്ചാണ് അവർ മാധ്യമങ്ങളെ മുഴുവൻ, ലോകത്തുള്ള മുഴുവൻ മാധ്യമങ്ങളെ അവിടെ വിളിച്ചു വരുത്തിയിട്ട് ഇന്ത്യ സർക്കാരിൻ്റെ പിടിവാശിയാണ്, ഈ വിമാനയാത്രികരുടെ ജീവൻ ത്രാസിലാണ്, തുലാസിലാണ് എന്നൊക്കെ പറഞ്ഞ് വലിയ കോലാഹലങ്ങളാണ് ഈ സ്ത്രീ ഉണ്ടാക്കിയത് അന്ന്. എന്തായാലും ഇപ്പോൾ ആ മസൂദ് അസർ ഈ 9 ഭീകര കേന്ദ്രങ്ങൾ ഇന്ത്യ ആക്രമിച്ച് തച്ച് തകർത്തു. അതിന് തിരിച്ചടിക്കാൻ വേണ്ടിയിട്ട് പാകിസ്ഥാൻ ആർമിയുടെ നേതൃത്വത്തിൽ ഒരു ശ്രമം നടന്നു. 72 മണിക്കൂർ നീണ്ടു നിന്നില്ല. അതിനു മുമ്പേ പാക് സൈന്യം വന്ന് തുല്ലിട്ട് കാല് പിടിച്ച് കരഞ്ഞ് മാപ്പ് പറഞ്ഞ് വെടിനിർത്തലും വാങ്ങിച്ചുകൊണ്ട് പോയി. നമ്മളിത് കണ്ടതാണ്. ചൈന കൊടുത്ത പോർവിമാനം, അമേരിക്കയുടെ പോർവിമാനം, അതുപോലെ തന്നെ ഈ ചൈന കൊടുത്ത മിസൈലുകൾ, തുർക്കി കൊടുത്ത ഡ്രോണുകൾ, ഇതെല്ലാം ഇന്ത്യൻ സൈന്യത്തിൻ്റെ കരുത്തിന് മുന്നിൽ നിഷ്പ്രഭമാകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇന്ത്യൻ സാങ്കേതിക വിദ്യയ്ക്ക് മുന്നിൽ ഇതെല്ലാം ഒന്നൊന്നായി ചത്തു വീഴുന്ന, അങ്ങനെ തന്നെ പറയണം, ഈ ആയുധങ്ങളെല്ലാം മരിച്ചു വീഴുന്ന കാഴ്ചയാണ് ലോകം കണ്ടത്. ഇതെല്ലാം ആയപ്പോഴാണ് ഈ പാകിസ്ഥാനും ഈ ഭീകരർക്കും ഭീകര സംഘടനകളുടെ തലപ്പത്തിരിക്കുന്നവർക്കും ഒക്കെ മനസ്സിലായി ഇത് വലിയ അപകടമാണ്, സൂക്ഷിച്ചില്ലെങ്കിൽ ബാക്കിയുള്ളവരെ കൂടെ അവർ തീർക്കും എന്ന്. ഇന്ന് ഇന്ത്യക്കെതിരായ ഈ എന്താ പറയേണ്ട ഒളി യുദ്ധം, ഈ നിഴൽ യുദ്ധത്തിൽ ഏറ്റവും പ്രബലനായ ഒരാളാണ് ഈ മസൂദ് അസർ, ഹാഫിസ് സയ്യിദിനെ പോലെ തന്നെ. ആ മസൂദ് അസറിനെ ഇന്ത്യ തലയ്ക്ക് വില പറഞ്ഞ് കാത്തിരിക്കുകയാണ്. അയാളുടെ ഏറ്റവും അടുത്ത അനുയായികളെ, ഈ ഓപ്പറേഷൻ സിന്ദൂറിന് മുമ്പും അയാളുമായി ബന്ധപ്പെട്ട അയാളുടെ വലങ്കൈയായിട്ടുള്ള 2-ലധികം പേരെ ഇന്ത്യൻ സൈന്യം അല്ലെങ്കിൽ ഒരു അജ്ഞാതൻ വധിച്ചു. നമ്മളത് വാർത്തകളൊക്കെ പുറത്തു വന്നാണ്, ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഈ ഓപ്പറേഷൻ സിന്ദൂർ കൂടെ ആയപ്പോൾ മസൂദ് അസറിന് മനസ്സിലായി എൻ്റെ കാര്യം പോക്കാണ്. അതുകൊണ്ട് ഇവിടുന്ന് കിട്ടിയ വാക്കിന് 1000 കിലോമീറ്റർ അകലെയുള്ള ബഹാവൽപൂരിൽ നിന്നും 1000 കിലോമീറ്റർ അകലെയുള്ള ഗിൽജിത്ത് ബാൾട്ടിസ്ഥാനിലേക്ക് ഇയാൾ രക്ഷപ്പെടുകയായിരുന്നു. അപ്പോൾ അവിടെ ഇനി എത്രത്തോളം സുരക്ഷിതത്വം ഉണ്ട് എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. പറയുന്നത് പോലെ ഒന്നുകിൽ ബ്രഹ്മോസ് അല്ലെങ്കിൽ അജ്ഞാതൻ, ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് ഈ പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. നമ്മൾ കാണുന്ന കാഴ്ച അതാണ്. അല്ല, അടുത്ത ഘട്ടത്തിൽ ബ്രഹ്മോസ് ആണോ എന്ന് സംശയമുണ്ട്. കാരണം അതിനേക്കാൾ കേമന്മാരെ അതെ അതെ, ആകാശിൻ്റെ വിവിധ മിസൈലുകൾ ഇപ്പോൾ നമ്മുടെ ആകാശിൻ്റെ ആകാശ് ഏറ്റവും പുതിയ തലമുറ മിസൈലുകൾ നമ്മുടെ കൈവശം ഇപ്പോൾ ഉണ്ട്. കഴിഞ്ഞ ദിവസം അത് പരീക്ഷിച്ചതേ ഉള്ളൂ. ആകാശ് പ്രൈം, അതുപോലെ വിഷ്ണു എന്ന് പറയുന്ന ഒരു മിസൈൽ, ഇതൊക്കെ നമ്മൾ സൂപ്പർസോണിക്കും കടന്ന് ഹൈപ്പർസോണിക്കിലേക്ക് എത്തി നിൽക്കും. അല്ല, പാകിസ്ഥാൻ ബ്രഹ്മോസിനെതിരെയുള്ള ആയുധങ്ങൾ കണ്ടുപിടിക്കുകയാണ്. അതെ, കണ്ടുപിടിക്കാനുള്ള ശ്രമം നടത്തുകയാണ്. അതിനിടയിലാണ് അതിനേക്കാൾ മികച്ചത് ഇന്ത്യ ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ ചൈനയ്ക്കും അമേരിക്കയ്ക്കും പോലും ആകെ ഞെട്ടിത്തെരിച്ചിരിക്കുകയാണ്. ഈ നമ്മൾ ഇന്ത്യയോട് ചേർന്ന് ഈ ഒരു ബ്രഹ്മോസ് മിസൈൽ രൂപകൽപ്പന ചെയ്തത് റഷ്യയാണ്. ആ റഷ്യയ്ക്ക് പോലും അത്ഭുതം, എത്രയും മികച്ച ഒരായുധമാണല്ലോ നമ്മുടെയും കൂടി ഒരു സംയുക്ത സംരംഭത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയത് എന്ന് കണ്ട് അവർ വാമിഴിച്ച് കണ്ണുമിഴിച്ച് നിൽക്കുകയാണ് റഷ്യ പോലും. എന്തായാലും ഈ മസൂദ് അസറിനെ സംബന്ധിച്ചിടത്തോളം ഗിൽജിത്ത് ബാൾട്ടിസ്ഥാനിലേക്ക് ഇയാൾ മുങ്ങി എന്നുള്ള കാര്യം സത്യമാണ്. ഇല്ലെങ്കിൽ ഈ സഹോദരിമാർക്കും അളിയന്മാർക്കും ഉണ്ടായ അതേ ഗതി തനിക്കും വരും എന്നയാൾ ഭയപ്പെടുന്നു. അതുകൊണ്ടാണ് അയാൾ ഇന്ത്യയുടെ കണ്ണു വെട്ടിച്ച് ഈ ഗിൽജിത്ത് ബാൾട്ടിസ്ഥാനിൽ ഞാൻ സുരക്ഷിതമായിട്ട് കഴിയുമെന്ന തെറ്റിദ്ധാരണയിൽ അയാൾ അങ്ങോട്ടേക്ക് പോയിരിക്കുന്നത്. അതിലും വരാൻ പോകുന്നത് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കണ്ടറിയാം. അജ്ഞാതനാണോ അതോ ഈ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു മിസൈലാണോ? അത് ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല എന്ന് നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഓപ്പറേഷൻ സിന്ദൂരിൻ്റെ ബാക്കിയാണോ ഏതാണെന്ന് അറിയില്ല. എന്തായാലും മസൂദ് അസറിൻ്റെ ദിവസങ്ങൾ എണ്ണപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നാണ് നമുക്കിപ്പോഴുണ്ടായ സംഭവ വികാസങ്ങളിൽ നിന്ന് മനസ്സിലാകുന്ന കാര്യം.